എന്നാലും നീ മറഞ്ഞല്ലോ എൻ കണ്ണീരിൽ പിറന്നല്ലോ എങ്ങെല്ലാമേ തിരഞ്ഞല്ലോ നീ എങ്ങോ പോയെന്താവോ ഓരോരോ പെണ്ണിനാവത്ത് ഏതേതോ പൊൻകിനാവത്ത് എൻ നെഞ്ച് തൊന്നണഞ്ഞാൽ മൺചിരാതാ നീ തെളിഞ്ഞാലോ എന്താവോ എന്താവോ എന്താവോ. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കുവാണ്, നിങ്ങൾ ലാസ്റ്റ് പോയ ബൈക്ക് റൈഡ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ്സ് ഭയങ്കരമായിട്ട് റീതിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു സോളോ ആയിരിക്കാം, ഗ്രൂപ്പായിട്ടായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒപ്പം ആയിരിക്കാം. ആ ഒരു മൊമെന്റ്സ് റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കാം, ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം, വർക്കിൻ്റെ തിരക്കുകൾ കാരണങ്ങളൊക്കെ ആയിട്ട് റൈഡുകൾ പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഇതായിരിക്കാം. വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് റൈഡ്സ് ഒന്നും പോകാനേ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയ ഒരു ലാസ്റ്റ് റൈഡ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഒന്ന് ആലോചിക്കുക, ആ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കുക. കാരണം വേറൊന്നുമല്ല, KL44F കോതമംഗലം തന്നെയാണല്ലോ. നമ്മുടെ വണ്ടീനേക്കാളും കുറച്ചും കൂടി പുതിയ വണ്ടിയുടെ ഒരു ഫീല് തോന്നിക്കുന്നുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ദ വേ, അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയിട്ടില്ല. കാരണം ഞാൻ ഇന്ന് ഈ റൈഡ് ഇറങ്ങുന്നതിന് പിന്നിൽ ഒരു വലിയൊരു കാരണമുണ്ട്. ആ ഒരു കാരണം നിങ്ങൾക്ക് ഇവിടുന്ന് ദൂരെ നിന്ന് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാമറയിലെ ഈ ഒരു ലൊക്കേഷനിൽ വിസിബിൾ ആണ് എന്ന് എനിക്കറിയില്ല. നമുക്ക് കുറേ നാളായി നല്ലൊരു കോട കിട്ടിയിട്ട്. കാരണം നമ്മൾ ഏതൊക്കെ റൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും കോട വന്ന് അത് ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കോട വന്നു കഴിഞ്ഞാലാണ് എനിക്കെന്തോ ഒരു കോട നമ്മൾ ചെറിയ രീതിയിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന ഒരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കോട വന്നില്ലെങ്കിൽ എന്തോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ലാസ്റ്റ് പോയ കുറച്ച് റൈഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കോട വന്നിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലെവലിലോട്ടൊരു കോട വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇന്നലെ സൺഡേ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലായിടത്തോട്ടും കുഴപ്പമില്ലാത്ത മഴയൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്. സോ തലേദിവസം രാത്രി നല്ല മഴയുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നല്ല കോട ഉണ്ടാവും. അത് ഒരു ടിപ്പാണ്, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. തലേദിവസം രാത്രി നല്ല മഴയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നല്ല കോട ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വരെയും ചെറിയ രീതിയിൽ കോട ഇറങ്ങി തുടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഏതാണെന്ന് പറഞ്ഞില്ല. ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ കോട്ടയം. ഇത്രയും വലിയൊരു ലേബലിലൊരു പ്ലേസ് നമ്മുടെ കോട്ടയത്ത് ഉണ്ടോ എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. എല്ലാവരും പോയിട്ടുള്ള സ്ഥലമായിരിക്കും, പക്ഷേ നമ്മൾ പോകുന്ന ഈ ഒരു ലൊക്കേഷനിലോട്ട് നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവില്ല. ഇപ്പം തന്നെ നല്ല കോടയും ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽക്കം ടു പാല. ഈ ലൊക്കേഷനിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓയ്യോ, തോമസ് കോളേജ് പാലായി. ഇവിടെ പഠിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഗ്യാപ്പ് റോഡിൽ കിട്ടുന്ന ഒരു കോട വരെയുണ്ട്. കാരണം ഒത്തിരി നാളായി നല്ലൊരു കോട കിട്ടിയിട്ട്. അത്ര വലിയ കോടയില്ലായിരുന്നു, സോറി, ഞാൻ വൈസർ ഇട്ടോണ്ട് എനിക്ക് തോന്നിയതാട്ടോ. ഓരോരോ പെണ്ണിനാവത്ത് ഏതേതോ പൊൻകിനാവത്ത് എൻ നെഞ്ച് തൊന്നണഞ്ഞാൽ മൺചിരാതാ നീ തെളിഞ്ഞാലോ. അപ്പോൾ ഇന്നത്തെ റൈഡ് എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല. നിങ്ങൾക്ക് നോക്കാം, നമ്മൾ ടിൻറ്റഡ് വൈസർ ഇട്ടിരിക്കുന്നതുകൊണ്ട്, നമ്മൾ ബ്ലാക്ക് സ്മോക്ക്ഡ് വൈസർ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വൈസർ ഇട്ടിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. വൈസർ തുറന്ന് വെച്ച് നമ്മുടെ ഓഡിയോയുടെ വിസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോയുടെ ക്ലാരിറ്റി ഭയങ്കര കുറവായിട്ട് പോകും. കണ്ടിന്യൂസ് ആയിട്ട് കുറേ വാട്ടർ ക്രോസിംഗ് ഉണ്ട്, പക്ഷെ ഒന്നിലും വെള്ളമില്ല എന്നുള്ളൂ. അതായത് ഒരുപാട് ചപ്പാത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ ഒന്നും വെള്ളമില്ല. സീനിക് വ്യൂ, ലൊക്കേഷനിലോട്ട് എൻ്റർ ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ തന്നെ സീനിക് വ്യൂ. ഒരുപാട് ചേർത്ത് വെച്ച് താഴെ പോകുന്ന ആർക്കറിയാം. കോട നമ്മളെ ചതിക്കുമെന്നൊരു സംശയമുണ്ട്. കാരണം കോട കയറി വരാനായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞു വരുവാണ്. കാരണം നമ്മളെത്തിയ ടൈം కొంచెం ലേറ്റായി പോയപ്പോൾ കോട കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയമാണ്. കാരണം സൂര്യനൊക്കെ ഉദിച്ചു വന്നു തുടങ്ങി. നമുക്ക് ആ ഒരു സൺറൈസ് മിസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏർലി മോർണിംഗിലെ കോട, അതായത് ഇവിടെ വെച്ചിട്ട് ആ ഒരു കോട നമുക്ക് മിസ്സായി. ഇനി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ലെക്ക് അനുസരിച്ചിരിക്കും. എനിവേ നമുക്ക് നോക്കാം.
രാവിലെ നമുക്ക് വരുന്ന വഴിക്ക് അറ്റ്ലീസ്റ്റ് കോടയെങ്കിലും കിട്ടി. പക്ഷേ ഈ ഒരു ലൊക്കേഷനിലൊരു കോട കിട്ടുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച്. പിന്നെ ഞാൻ വേറൊരു കാര്യം, ഡൊമിനാറുള്ളൊരു അഡ്വൈസാണ്. ഡൊമിനാർ ഓണേഴ്സിനറിയാം, പക്ഷെ പുതുതായിട്ട് ഡൊമിനാറൊക്കെ എടുത്ത് ആദ്യമായിട്ടൊക്കെ റൈഡ് പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഒറ്റയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് തിരിച്ചെടുത്തു കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെക്കാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ആരുമില്ല, നമ്മൾ മാത്രം. എൻ്റെ പൊന്നെ, ഒരു അടിപൊളി ഒരു കോടയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു നോക്കി. ഒരു 360 ഡിഗ്രി വ്യൂ, ഒറ്റ മനുഷ്യരില്ല. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം? രാത്രി നല്ല മഴയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നല്ല കോട ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം മാത്രം ഇല്ലാണ്ടായി പോയി. വേറൊന്നുമല്ല, നമ്മുടെ കോട. ഒറ്റ കാര്യം മാത്രം നമ്മളെ ചതിച്ചു, കോട. തലേദിവസം നല്ല മഴയായിരുന്നു. തീർച്ചയായിട്ടും മോർണിംഗ് ഇങ്ങോട്ടേക്ക് നല്ല കോട ഉണ്ടാവണം. കാരണം നമ്മൾ വന്ന റൂട്ടൊക്കെ അത്യാവശ്യം നല്ല കോട ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കോട കാര്യങ്ങളൊക്കെ മിസ്സായി. പക്ഷേ നമുക്കൊരു കോട ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷേ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിട്ടൊരു വ്യൂ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ക്ലൗഡ് ബെഡ് ബ്യൂട്ടിഫുള്ളായിട്ട്. ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലൗഡ് ബെഡ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഒരു ക്ലൗഡ് ബെഡ് അവിടെ ഫോം ചെയ്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എത്രത്തോളം അത് കോട മാത്രം വന്നില്ല, ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സോ എന്തായാലും ഇന്ന് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ദേ കാണുന്ന ചായക്കട ഏതിലൊന്ന് തുറന്നിട്ട് അവിടെ നിന്നൊരു ചായ കുടിക്കണം. പറ്റിയാൽ ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിക്കണം. ദോശ ഉണ്ടെങ്കിൽ ദോശ കഴിക്കാനൊരു മൂടുണ്ട്. ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് ആരും ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. And now we are in the highest motorable road in കോട്ടയം. ഓക്കെ, ഈ കടയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ചായ, കാപ്പി, ബ്രൂ കോഫി, സോഡ, നാരങ്ങവെള്ളം, ബ്രെഡ് ഓംലേറ്റ്, ചെറുകടികൾ. എനിക്ക് എവിടെ വണ്ടി വയ്ക്കണമെന്നറിയില്ല. അതുപോലെ നല്ല ലൊക്കേഷൻ. ആരെങ്കിലും ഇപ്പോൾ മലയുടെ പൊക്കത്തന്നെ എനിക്ക് വട്ടാന്ന് വിചാരിക്കും. കാരണം ഞാനിങ്ങനെ ചുമ്മാ വണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിടുക. കാരണം വേറെ ആരുമില്ല, ശരിക്കും ഓരോ വട്ടൊക്കെ. അതിൻ്റെ മണ്ടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ. നൗ വി ആർ ഇൻ ദ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്. നമ്മളിപ്പോൾ ഉള്ളത് ദ ഹയസ്റ്റ് മോട്ടറബിൾ റോഡിലാണ്. ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ഇന്ത്യ എന്നല്ല, ദ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ കോട്ടയം. അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നല്ലൊരു ക്ലൗഡ് ബെഡ് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, കംപ്ലീറ്റ്ലി ക്ലൗഡ് കയറിയിട്ട് ഇതിന് ഒരു ക്ലൗഡ് ബെഡ് എന്ന് പറയും. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടി അടുത്ത് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് അതുപോലെ ക്ലൗഡ് ബെഡ് ആണെങ്കിലാണ് ശരിക്കും ഒരു ക്ലൗഡ് ബെഡ് എന്ന് പറയുക. ഇതിപ്പോൾ അങ്ങേ ദൂരത്ത് നമുക്കൊരു ക്ലൗഡ് ബെഡ് കാണാൻ പറ്റും. നമ്മൾ ഈ കാർട്ടൂൺസിലും അല്ലെങ്കിൽ ഇതിലൊക്കെ കാണുന്ന മാതിരിയുള്ളൊരു സ്വർഗത്തിൻ്റെ ആ ഒരു ഫീൽ നമ്മൾ കാണില്ലേ, ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ട്. മഞ്ഞല്ല, ഫുള്ള് മേഘം. ആ മേഘത്തിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ മേഘത്തിലൂടെ നടക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ആ കാണുന്നൊരു ക്ലൗഡ് ബെഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നമ്മൾ വരാനായിട്ട് കുറച്ച് ലേറ്റായി പോയി. ഇന്നലെ അത്യാവശ്യം നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ
ഇന്ന് നല്ലൊരു കോട എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത്. നമ്മളെത്താൻ കുറച്ച് ലേറ്റായി. വരുന്ന വഴിക്ക് നമുക്ക് നല്ല കോട കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്കിവിടെ കോട വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാം. എനിവേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചായിട്ട് രാവിലെ എണീറ്റ് ഇത്രയും ദൂരമൊക്കെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഇവിടുന്ന് ഒരു ചായ കുടിക്കുക. ഈ കട ഇന്ന് തുറക്കുമെന്ന് അറിയില്ല, കാരണം തിരക്കില്ലാത്ത ദിവസങ്ങളായതുകൊണ്ട് കട തുറക്കുമെന്ന് അറിയില്ല. എനിവേ കട തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യണം, ഒരു ചായ കുടിക്കണം. ഇല്ലിക്കൽ കല്ല് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഇല്ലിക്കൽ കല്ലല്ല ഇത്. നമ്മുടെ പ്രോപ്പർ ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നത് ദാ കാണുന്ന മലയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ നോർമലായിട്ട് കാണുന്ന ഇല്ലിക്കൽ കല്ലുണ്ടല്ലോ, ആ ഇല്ലിക്കൽ കല്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു മലയുണ്ട്, ആ മലയാണിത്. ആണ് ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡ് റോഡ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചൊരു ലൊക്കേഷൻ കിട്ടും. അത്യാവശ്യം നല്ലൊരു കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണിത്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ നിന്നൊക്കെ പറയുന്നത് വാഗമൺ ഹിൽസ് ആയിരിക്കും, മോസ്റ്റ്ലി വാഗമൺ ഹിൽസാണ്. പിന്നെ അവിടെയായിട്ടൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അവിടെ പുതിയ റൈഡിങ് ബൂട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു ബൂട്ട് വന്നിട്ട് ഒരു 3 ആഴ്ചയ്ക്ക് മേളിലായി. അങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ നമ്മുടെ നെക്സ്റ്റ് റൈഡിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രോപ്പർ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ നെക്സ്റ്റ് റൈഡിൽ അപ്ഡേറ്റ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 2000 റുപ്പീസിന് താഴെയാണ് വരുന്നുള്ളൂ. പ്രോപ്പർ റൈഡിങ് ബൂട്ടല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല സേഫ്റ്റിയും പ്രൊട്ടക്ഷനൊക്കെ തരുന്നൊരു ഫീലുണ്ട്. ഇതിൻ്റെ റിലയബിലിറ്റി ഒന്നും എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ബയോയിൽ കൊടുത്തേക്കാം. അത്യാവശ്യം നല്ലതാണ്. അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് മാത്രം അറിയത്തില്ല. എനിവേ ഒരു പക്ഷേ എനിക്കിനി എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മൊമെൻ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇത്രയും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ ഞാനും എൻ്റെ വണ്ടിയും മാത്രം, ഒരാൾ പോലുമില്ല. കാരണം എവിടെയൊക്കെ റൈഡ് പോയിട്ടുണ്ടെങ്കിലും ഒരാൾ ഏത് പട്ടിക്കാട്ടിൽ റൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ഒരു സ്ഥലത്തിനും കുറ്റം പറഞ്ഞാൽ ആളുകളൊന്നും തീരെ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ ഡേയ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അത്യാവശ്യം കുറഞ്ഞത് ഒരു 3-4 പേരെങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം ഒരാൾ പോലുമില്ല, അറ്റ്ലീസ്റ്റ് ചായക്കടയിലെ ചേട്ടൻ പോലുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്നൊരു കട തുറക്കുന്നത്. കാരണം ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാർ വരാൻ സാധ്യതയില്ല. എല്ലാവരും ഇല്ലിക്കൽ കല്ലിലോട്ടാണ് പോകാൻ സാധ്യത. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറാൻ പറ്റും. ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വലിഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ലിൻ്റെ നമ്മളവിടെ നിന്ന് കാണുന്ന ആ കല്ലിരിക്കുന്ന ഒരു മലയുണ്ടല്ലോ, ആ മലയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ അപ്പുറത്തുള്ളത്. ഒരു നരകപാത എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് കയറാൻ പറ്റും, പക്ഷേ ഒട്ടും സേഫ് അല്ല. നമ്മൾ ഓൺ റിസ്കിൽ കയറി പോകേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കയറാനില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ വെള്ളമില്ല, രണ്ടാമത്തെ കാര്യം പണ്ടത്തെ അത്ര സ്റ്റാമിന ഇല്ല, മൂന്നാമത്തെ കാര്യം കഷ്ടകാലം ഉച്ചയിൽ വന്ന് നിൽക്കുന്ന സമയം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു സമയത്ത് ഇവിടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും വലിഞ്ഞ് കയറാനായിട്ട് നിൽക്കുന്നില്ല. സീറോ സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യാനുണ്ട്. നല്ലൊരു പാട്ടൊക്കെ കേട്ടുപിടിയിരിക്കുകയെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ എന്താ പറയാൻ, അങ്ങനെ റേഞ്ച് വന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും ഒരു പാട്ട് കേൾക്കാം, കാരണം ഇവിടെ എന്തായാലും ആരുമില്ല. പിന്നെ ഇപ്പോൾ ചെറിയൊരു പാട്ടൊക്കെ കേട്ട് ഇവിടെ എന്തായാലും ഇരിക്കാം. നമ്മുടെ ആ ഒരു കട തുറന്നിട്ട് വേണം ഒരു ബ്രെഡ് ഓംലേറ്റും കഴിച്ചൊരു ചായയും കുടിച്ചിട്ട് തിരിച്ചു പോകാൻ. എന്തായാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ആരുമില്ല, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലം. വലിയ വെയിലൊന്നും വരാതിരിക്കുകയാണെങ്കിൽ ഇവിടെ പാട്ടൊക്കെ ഇട്ട് ഇവിടെ കിടക്കുക. ആ ഒരു കോട കാര്യങ്ങളൊന്നും കിട്ടിയില്ല, പക്ഷേ എങ്കിൽ പോലും നല്ലൊരു ഹിഡൻ ലൊക്കേഷനായിട്ട് ഞാൻ നിങ്ങളെ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തുവാണ്. കാരണം ഒരാൾ പോലും വരാത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്രൗഡഡൊന്നും ഇല്ലാത്തൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ നിങ്ങൾക്ക് മോർണിംഗിലോ ഈവനിങ്ങിലോ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത്യാവശ്യം ആളുകൾ വരുന്ന ലൊക്കേഷനാണ്, പക്ഷേ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും. ഏതേതോ പൊൻകിനാവത്ത് എന്നെഞ്ച തൊന്നണഞ്ഞാൽ മൺചിരാതാണി തെളിഞ്ഞാലോ. റോഡ് എന്ന് പറയുന്നത് ഇവിടം വരെ ഉള്ളൂ. ആക്ച്വലി ഈ ഒരു മലയുടെ അറ്റം വരെയാണ് റോഡ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഹൈക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ആരും അങ്ങോട്ട് കയറി ഒരു അപകടമൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മറ്റേ സൈഡ് പോലെ അത്ര സേഫ് അല്ല, റിസ്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞാനായിട്ട് ഒരു ലൊക്കേഷൻ ഹൈക്ക് ചെയ്ത് കാണിക്കാത്തതും സജസ്റ്റ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് കയറുവാണെങ്കിൽ തന്നെ ഗ്രൂപ്പായിട്ട് കയറുക, സേഫായിട്ട് കയറുക. വലിയ ഇതൊന്നും കാണിക്കാതെ സേഫായിട്ട് പോയി കണ്ട് വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഹൈക്കിങ് ചൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ശരിക്കുള്ള ഇല്ലിക്കൽ കല്ല് ഹൈക്ക് ചെയ്യുക. സേഫാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എല്ലാവർക്കും ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യാനുണ്ടാവും. ഒരു 1 hour പ്ലസ് ഒക്കെ ഹൈക്ക് ചെയ്താലാണ് എൻ്റെ മുകളിൽ എത്തിയിട്ട് ഒരു വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാട്ടം കൺകനൽ തിരനോട്ടം ചൂടും ഞാനറിഞ്ഞ